Good morning, all of you. Our new section, triangle division. In this section, we will discuss about the relation between the sides of triangle and area of the triangle. Okay, let's start our class. Consider a triangle with base 6 cm. 6 cm ബേസുള്ള ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യണം. ഈ ബേസിനെ രണ്ട് ഈക്വൽ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ യൂസ് ചെയ്യുന്നു. 3 സെന്റിമീറ്റർ ബേസുള്ള രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ ലഭിക്കും അല്ലേ. ഈ ട്രയാങ്കിളിനെ നെയിം ചെയ്യുമ്പോൾ എ ബി സി എന്ന് നെയിം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:3 ആണ്. കറക്റ്റ് അല്ലേ? Then 3:3 എന്ന് പറയുന്നത് 1:1 ഈക്വൽ ആണ്. ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ബേസിനെ ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:3 ദാറ്റ് മീൻസ് 1:1 ആണ് അല്ലേ. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയയാണ്. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഈ AC എന്ന് പറയുന്നതാണ് ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റ്. ദാറ്റ് മീൻസ് H എന്ന് നോട്ട് ചെയ്യുന്ന സമയത്ത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ദാറ്റ് മീൻസ് ഫസ്റ്റ് ട്രയാങ്കിൾ ഏരിയ is equal to half BH that means half into base 3 into height. Okay, then area of triangle ADC that means second triangle area is equal to half into base again 3 into height H. Okay, രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു 3 into H is to half into 3 into H എന്നായിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is to ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് half into 3 into H is to half into 3 into H. Clear? Then we can cancel half and also H. We get the ratio is 3:3 that is also equal to 1:1. ഓക്കെ, ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് സൈഡിനെ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റേഷ്യോ 3:3 ദാറ്റ് മീൻസ് 1:1 ആണ്. അതിനോടൊപ്പം തന്നെ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:3 ദാറ്റ് മീൻസ് 1:1 തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിനെ രണ്ട് ഈക്വൽ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, അത് തന്നെയാണ് ആ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ അല്ലേ. വൺസ് അഗൈൻ എ ലൈൻ ഫ്രം എ വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ divides the opposite side, length of opposite side and area of the triangle in the same ratio. ഓക്കെ, ഇത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന റിലേഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതല്ലാതെയും ഒരു ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആവാത്ത രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ വരുന്ന റിലേഷനിൽ എന്തായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിന്റെ ബേസിനെ ഒരു ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യണം. ബേസ് ടോട്ടൽ 6 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ബേസ് കട്ട് ചെയ്യപ്പെടുന്നത് 2 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും വെച്ചാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, 2 സെന്റിമീറ്റർ ബേസുള്ള ഫസ്റ്റ് ട്രയാങ്കിൾ 4 സെന്റിമീറ്റർ ബേസുള്ള സെക്കൻഡ് ട്രയാങ്കിളിന്റെയും ഹൈറ്റിനെ നമുക്ക് എച്ചാക്കി എടുക്കാം. നെയിം ചെയ്യാം നമുക്ക് രണ്ട് ട്രയാങ്കിൾസിനെയും ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് 2ഉം ADC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് 4ഉമാണ്. രണ്ട് ട്രയാങ്കിൾസിന്റെയും ബേസുകൾ തമ്മിലുള്ള റേഷ്യോ പറയുന്നത് 2:4 ആണ് അല്ലെ. 2:4 എന്ന് പറയുന്ന റേഷ്യോ നമുക്കറിയാം. രണ്ട് 2 യൂസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് മീൻസ് 2:4 എന്ന് പറയുന്നതിന്റെ ഈക്വൽ റേഷ്യോ ആണ് 1:2 എന്ന് പറയുന്നത് അല്ലെ. 2:4 എന്ന് പറയുന്നത് 1:2 ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ബേസുകൾ തമ്മിലുള്ള റേഷ്യോ 2:4 ആണ് അല്ലെങ്കിൽ 1:2 ആണ്. നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് വേണ്ടത്
ഏരിയ തമ്മിലുള്ള റേഷ്യോ ആണ്. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ് എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു ഹൈറ്റ് h ആണ് അല്ലെ. ദെൻ സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ്, 4 ഇൻറ്റു ഹൈറ്റ് h ആണ്. ഓക്കെ, ക്ലിയർ. ദെൻ ratio of triangle ABC is to area of triangle ABC is to area of triangle ABC, that is equal to half into 2 into h is to half into 4 into h. Okay, we can cancel half and h. We get 2 is to 4. 2 is to 4 is also equal to 1 is to 2. എന്ത് മനസ്സിലായി? സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. ഏരിയ തമ്മിലുള്ള റേഷ്യോയും 1:2 തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് മീൻസ് എ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ divides the length of the opposite side and area of the triangle in the same ratio. ഓക്കെ, ഒരു ട്രയാങ്കിളിനെ ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള റേഷ്യോ എന്താണ്, ഓപ്പോസിറ്റ് സൈഡുകൾ മേക്ക് ചെയ്യുന്ന റേഷ്യോ എന്താണോ അത് തന്നെയാണ് രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ മേക്ക് ചെയ്യുന്ന റേഷ്യോ എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. വൺസ് അഗൈൻ, എ ലൈൻ ഫ്രം വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദ ലെങ്ത് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ. ഓക്കെ, ഒരു ട്രയാങ്കിളിനെ നമുക്ക് ഒരു ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ടോ അതിലധികമോ ട്രയാങ്കിൾസിന്റെ ബേസ് സെയിം ആവാം അല്ലെങ്കിൽ സെയിം ആവാതിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണ് നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ് ആ രണ്ട് ട്രയാങ്കിൾസിന്റെ അല്ലെങ്കിൽ 3 ട്രയാങ്കിൾസിന്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, രണ്ടോ അതിൽ കൂടുതലോ ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്താലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഈ ലൈനിന് നമ്മൾ ഒരു സ്പെഷ്യാലിറ്റിയും പറഞ്ഞിരുന്നില്ല ഉണ്ടോ? ഈ ലൈനിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ രണ്ട് ഈക്വൽ ആവുകയാണ് അല്ലെ. അതല്ലാതെ ഈ ലൈനിനെ നമ്മളിങ്ങനെ ചരിച്ച് വരയ്ക്കുന്ന സമയത്താണ് നമുക്ക് 2ഉം 4ഉം ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ലൈനിന് ഒരു സ്പെഷ്യാലിറ്റിയും പറയുന്നില്ല ഉണ്ടോ? ഇല്ല. അതല്ലാതെ വരുന്ന കേസുകളിൽ ഈ ലൈനിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ആംഗിളിന് എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും? ഇതിപ്പോ ഒരു 60 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ഈ ലൈൻ നമ്മൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടും 30 ഡിഗ്രി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ. അതായത് 60 ഡിഗ്രി ഈ ആംഗിളിനെ 30 ഡിഗ്രി ഉള്ള രണ്ട് ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. അതിനെയാണ് നമ്മുടെ 8th സ്റ്റാൻഡേർഡിൽ ബൈസെക്ടർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഒരു ആംഗിളിനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ആംഗിളിലൂടെ ബൈസെക്ടർ വരച്ചാൽ അവിടെ സംഭവിക്കുന്നത് ആ ടോട്ടൽ ആംഗിൾ എത്രയാണോ അതിനെ ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നത് രണ്ട് ആംഗിൾസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ബൈസെക്ടർ കൊണ്ട് പഠിച്ചത് അല്ലെ. അപ്പോൾ ഇനി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബൈസെക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിളിനെ കട്ട് ചെയ്താൽ അവിടെ ഏരിയയും അതേപോലെ തന്നെ ആ സൈഡ്സുകൾ ട്രയാങ്കിളിന്റെ സൈഡ്സുകൾ തമ്മിലുള്ള റിലേഷൻ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ സൈഡ്സ് ആർ ഈക്വൽ ടു 4 cm, 5 cm, 6 cm. 4 cm, 5 cm, 6 cm ഉള്ള ഒരു സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഈ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ബൈസെക്ടർ ആണ് എന്നുള്ളതാണ്. ബൈസെക്ടർ ആണെങ്കിൽ നമുക്കറിയാം ആ ആംഗിൾ എത്രയാണോ
ഇപ്പോൾ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് ആംഗിൾസും 30 ആയിരിക്കും. അല്ലെങ്കിൽ 80 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ ആണ് അതെങ്കിൽ അതിൽ 40 ഡിഗ്രി ആയിട്ട് രണ്ട് ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഇവിടെ നമുക്ക് എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എക്സ് ഡിഗ്രി ആണെന്ന് കൺസിഡർ ചെയ്യാം. ഈ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് x/2 ഡിഗ്രി ആണെന്നും ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് x/2 ഡിഗ്രി ആണെന്നും കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യല്ല, ഈ ലൈൻ ബൈസെക്ടർ ആയതുകൊണ്ട് x/2 എന്നാണെന്ന് നമുക്ക് അറിയാം. 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ബൈസെക്ടർ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന രണ്ട് ആംഗിൾസും സെയിം മെഷർമെന്റ് ആണ് എന്നുള്ളത് അല്ലേ. ഇനി അറിയേണ്ടത് ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോയും ഏരിയ ഓഫ് ട്രയാങ്കിളും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, നമുക്ക് ഈ ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഇത് എവിടെ എത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ലൈൻ ഇവിടേക്കും വരയ്ക്കണം. ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഈ പിക്ചറിൽ വരച്ചത് പ്രകാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും രണ്ട് ലെങ്തും ഈക്വൽ ആണ് അല്ലെ. അതല്ലാതെ പിരിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസും ഈക്വൽ ആയെന്ന് തോന്നും? ഇല്ല. അപ്പൊ നമുക്ക് മേ ബി അത് ഈക്വൽ ആവാം, മേ നോട്ട് ബി ഈക്വൽ ആവാറില്ല അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈനിനെ h1 എന്നും ഈ ഹൈറ്റിനെ h2 എന്നും എഴുതാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ട്രയാങ്കിൾ എ ബി സി, ഈ ആംഗിളിനെ എം എന്ന് കൊടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി എമ്മിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു h1 ആണ് അല്ലേ. ഇനി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് 5 ആണ്. 5 ഇൻറ്റു h2 ഹൈറ്റ് ആണല്ലോ. ഫസ്റ്റ് ട്രയാങ്കിളിനെ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ്, ഹൈറ്റ് h1 ആണ്. ദെൻ സെക്കൻഡ് ട്രയാങ്കിളിനെ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് 5 ആണ്, ഹൈറ്റ് h2 ആണ്. ക്ലിയർ അല്ലേ? ദെൻ ഹാഫും റേഷ്യോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹാഫും ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് 4h1 5h2 എന്നാണ്. അതായത് ആദ്യത്തെ ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും 4h1ഉം സെക്കൻഡ് ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 5ഉം h2 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും, അതായത് ബൈസെക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോയും അതായത് ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോയും ട്രയാങ്കിൾസിൻ്റെ ഏരിയയുള്ള റേഷ്യോ ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ആയി കട്ട് ചെയ്തു. എഗെയിൻ ഒരു ബൈസെക്ടർ വരച്ചു. h1ഉം h2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് h1ഉം h2ഉം തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നോക്കൂ, x/2 എന്ന് പറയുന്ന ആംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എന്താണോ അത് തന്നെ ആയിരിക്കില്ലേ x/2ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡും h2ഉം ഈക്വൽ ആയിരിക്കില്ലേ. അതേപോലെ തന്നെ ഇവിടെ ഒരു ബൈസെക്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യില്ലേ. ഇതെല്ലാം നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരിക്കുന്നത്. ഓർത്ത് നോക്കി, ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ ലൈൻ ബൈസെക്ടറോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെന്നോ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എം എന്ന് പറയുന്ന ഈ ആംഗിൾ, ഈ ലൈനും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന AM എന്ന് പറയുന്ന ഈ ലൈനും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ AM ഈസ് ഈക്വൽ ടു AM എന്നും അതേപോലെ തന്നെ h1 ഈക്വൽ ടു h2 എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അഥവാ h1 ഈക്വൽ ടു h2 പറയാതെ തന്നെ നമുക്ക് പറയാം AM ഈക്വൽ ടു AM ആണ്. രണ്ട് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവണമെന്ന്.
അങ്ങനെ നോക്കൂ, x/2 ഈക്വൽ ടു x/2 ആണ്, 90 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി ആണ്, AM ഈക്വൽ ടു AM ആണ്. നമുക്കറിയാം ഒരു സൈഡും രണ്ട് ആംഗിൾസും ഒരു ട്രയാങ്കിളിന്റെ ഈക്വൽ ആണ്, ഈക്വൽ ടു വേറൊരു ട്രയാങ്കിൾ, ദാറ്റ് മീൻസ് രണ്ട് ആംഗിളും ഒരു സൈഡും എങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മൂന്ന് ആംഗിൾസും മൂന്ന് സൈഡ്സും ഈക്വൽ ആവും അല്ലേ. ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഈ x/2 x/2വിനോട് ഈക്വൽ ആണ്, 90 ഡിഗ്രി 90 ഡിഗ്രിയോട് ഈക്വൽ ആണ്, AM AMനോട് ഈക്വൽ ആണ്. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വൽ ടു സെക്കൻഡ് ട്രയാങ്കിൾ, അതിൻ്റെ രണ്ട് ആംഗിൾസും ഒരു സൈഡിനോട് ഈക്വൽ ആണ് എങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെങ്കിൽ കോൺട്രന്റ് ട്രയാങ്കിൾസ് ആണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ 8th സ്റ്റാൻഡേർഡിലോ ഫസ്റ്റ് ചാപ്റ്ററിലോ പഠിച്ചതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മൂന്ന് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവും, അതിനോടൊപ്പം തന്നെ മൂന്ന് സൈഡ്സും ഈക്വൽ ആവും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മൂന്ന് ആംഗിൾസ് ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് മൂന്ന് ആംഗിൾസിനോട് ഈക്വൽ ആണ്, അതേപോലെ തന്നെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. സോ H1 ഈക്വൽ ടു H2 ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അവിടെ മനസ്സിലാവുകയാണ്. ബിക്കോസ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺട്രന്റ് ട്രയാങ്കിൾസ്. ഈ ട്രയാങ്കിളിനോട് ഈക്വൽ ആണെങ്കിൽ തീർച്ചയായും ഈ ട്രയാങ്കിൾ ABM എന്ന് പറയുന്ന ട്രയാങ്കിൾ ACM എന്ന് പറയുന്ന ട്രയാങ്കിളിനോട് ഈക്വൽ ആണ്. അതിനോടൊപ്പം തന്നെ H1 ഈക്വൽ ടു ഈ H2 എന്നുകൂടി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് H1 പകരം H എന്ന് പറയാം, അല്ലെങ്കിൽ H2 പകരം H എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ H1 ഈക്വൽ ടു H2 എന്ന് പറയുമ്പോൾ H1 പകരം H1 എടുക്കാം, H2 പകരവും H1 എടുക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് again H തമ്മിൽ ക്യാൻസൽ ചെയ്യാം, നമുക്ക് കിട്ടുന്നത് 4:5 എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? യെസ്, ഒരു ട്രയാങ്കിളിനെ ബൈസെക്ടർ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന അവിടെ വരുന്ന മേക്ക് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ്സിൻ്റെ, ദാറ്റ് മീൻസ് ഈ ആംഗിളിൻ്റെ സൈഡ്സിൽ വരുന്ന ഈ ആംഗിളിൻ്റെ രണ്ട് സൈഡ്സിൽ വരുന്ന റേഷ്യോ തന്നെയായിരിക്കും. ഓക്കെ, in any triangle the bisector of an angle divides the opposite side in the ratio of the sides of the angle. Okay, അപ്പോൾ ഈ വരുന്ന ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. ഈ 6 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റായി പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ വരുന്ന റിലേഷനാണ് ഒരു ബൈസെക്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ രണ്ട് ആംഗിൾസിൻ്റെയും സൈഡിൽ വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ ആണ് വരുന്നത്. Once again, in any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. Okay, once again, in any triangle, ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിനെ ബൈസെക്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡ്സ് ഓഫ് ദ ആംഗിൾ, ഈ ആംഗിളിൻ്റെ സൈഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ തന്നെയാണ് 4:5, അത് തന്നെയാണ് സൈഡ്സിൻ്റെ റേഷ്യോ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കേസ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിനെ ഒരു ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരുന്നത് ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോയും ഏരിയ തമ്മിലുള്ള റേഷ്യോയും തമ്മിലുള്ള റിലേഷനാണ്. എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിനെ നമ്മളൊരു ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ആദ്യത്തെ ഓപ്പോസിറ്റ് സൈഡിനെ എക്സ് എന്നും രണ്ടാമത്തതിനെ വൈ വി എന്നും നമ്മൾ എടുക്കുന്ന സമയത്ത് x:y ആണ് നമുക്ക് കിട്ടുന്ന സൈഡിൻ്റെ റേഷ്യോ, അതുതന്നെയാണ് ഏരിയ തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഒരു ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൻ്റെ റേഷ്യോയും
ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോയും സെയിം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ സൈഡാണ്, അതേപോലെ തന്നെ ഇവിടെ ഏരിയയാണ്. രണ്ടിൻ്റെ റേഷ്യോയും സെയിം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ രണ്ടാമത്തേൽ പറയുന്നത് ഒരു ബൈസെക്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ, ബൈസെക്ടർ ആണ് ഈ ലൈൻ, ഇത് ലൈൻ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞത് ബൈസെക്ടർ എന്നാണ്. ഒരു ബൈസെക്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് സൈഡ്സിൽ വരുന്ന റേഷ്യോ ആണ്. ഓക്കെ, ഈ ബൈസെക്ടറിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് കിടക്കുന്ന സൈഡ്സിന്റെ റേഷ്യോ ആണ്. അപ്പൊ ഈ x/y ഇവിടെ വരുന്ന x/yയോട് ഈക്വൽ ആവും. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ ബൈസെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിളിന്റെ രണ്ട് സൈഡിലും വരുന്ന റേഷ്യോയ്ക്ക് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, വൺസ് അഗൈൻ എ ലൈൻ from vertex divides the opposite length of opposite side and area of the triangle in the same ratio. Okay, second one, in triangle, in any triangle the bisector of an angle divides the length of the opposite side, divides the opposite side and ratio of the sides of the angle. Okay, then we move to our exercise questions. First one, in the picture below, two lines are drawn from the top vertex of a triangle to the bottom side. ഒരു ട്രയാങ്കിളിനെ മൂന്ന് ഈക്വൽ പോർഷൻസ് ആയിട്ട്, ഈക്വൽ അല്ല, മൂന്ന് പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തതാണ് നമ്മുടെ പിക്ചറിലുള്ളത്. ആ പോർഷൻസിന്റെ ബേസിനെ നമ്മൾ എക്സും വൈയും സെറ്റും ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഏരിയയിൽ വരുന്ന റേഷ്യോ? നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ പഠിച്ചതാണ്. ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിന്റെ റേഷ്യോ എന്താണോ അത് തന്നെയാണ് ഏരിയയുടെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ബേസിന്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് x/y/z ആണ്. അതുകൊണ്ട് തന്നെ ഏരിയ തമ്മിലുള്ള റേഷ്യോയും x/y/z തന്നെ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ട്രയാങ്കിള് തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റിലേക്കാണ് നമ്മൾ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ ആണെങ്കിൽ എന്തായിരിക്കും രണ്ട് ട്രയാങ്കിൾസിൻ്റെയും പ്രത്യേകത? അതെ, തീർച്ചയായും ഈ ഫുൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണോ അതിന്റെ ഹാഫ് ആയിരിക്കും ഫസ്റ്റ് ട്രയാങ്കിൾ, അല്ലെ? സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നതും ഹാഫ് തന്നെയായിരിക്കും, അല്ലെ? ഇനി പറഞ്ഞിരിക്കുന്നത് ഈ സെക്കൻഡ് വെർട്ടെക്സിലൂടെ ഈ ലൈനിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യും. ഇതെല്ലാം മിഡ് പോയിന്റ് ആണ്. ഓക്കെ, മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ട്രയാങ്കിൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ ട്രയാങ്കിളിന് എന്തായിരിക്കും സ്പെഷ്യാലിറ്റി? ഈ ട്രയാങ്കിളിന്റെ, അതായത് ഈ ഹാഫ് എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ എഗെയിൻ ഹാഫ് ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് 1/4 പോർഷൻ ആണ്. എഗെയിൻ ഇവിടെ വരുന്നതും 1/4 പോർഷൻ ആയിരിക്കും. ശരിയല്ലേ? ഇനി തേർഡ് വെർട്ടെക്സിൽ നിന്നും ഈ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഹാഫ് പോർഷനുള്ള ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിളിനെ എഗെയിൻ രണ്ട് പോർഷൻസ് ആയി കട്ട് ചെയ്യണം. മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുക എന്ന് പറയുമ്പോൾ രണ്ട് ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ സ്മോൾ പോർഷൻ എന്ന് പറയുന്നത് 1/4ഉം ദെൻ ഫോർത്ത് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ ഈ 4 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ 1/4 ആണ്. നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ വരച്ച ട്രയാങ്കിൾ ABC ആണെങ്കിൽ ഈ കൺസിഡർ ചെയ്യുന്ന ABM എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഓഫ് ട്രയാങ്കിൾ ABC ആയിരിക്കും. അതേപോലെ തന്നെ ACMന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ട്രയാങ്കിൾ ABC ആയിരിക്കും, അല്ലെ? വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ
ഹാഫ് ആയിരിക്കും, പകുതിയായിരിക്കും. അതേപോലെ തന്നെ ട്രയാങ്കിൾ എ ബി ഒയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ട്രയാങ്കിൾ എ ബി എം ആയിരിക്കും. ഈ ട്രയാങ്കിളിൻ്റെ പകുതിയായിരിക്കും ഇത്. അല്ലെങ്കിൽ എന്ത് പറയാം, 1/4 ഓഫ് ട്രയാങ്കിൾ എ ബി സി ആയിരിക്കും. മുഴുവനായിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ കാഭാഗമായിരിക്കും. ഇപ്പം നമ്മളൊരു കേക്കിനെ കട്ട് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ഹാഫ് പോർഷനാണ് ഇത് അല്ലേ. എഗെയിൻ ഇതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും പറയുക, ഈ കേക്കിൻ്റെ ഹാഫ് പോർഷനാണ് ഇത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പോർഷൻ, ഈ കുഞ്ഞു പോർഷൻ എന്ന് പറയുന്നത് ക്വാർട്ടർ ഓഫ് ഫുൾ കേക്ക് ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ മിഡ് പോയിന്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം 1/2 ഓഫ് എ ബി എം ആണ്. പകുതി ട്രയാങ്കിളിൻ്റെ 1/2 ആണ്. അതേപോലെ തന്നെ 1/4 ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ്. എ ബി സി എന്ന് പറയുന്ന ഫുൾ ട്രയാങ്കിളിൻ്റെ ക്വാർട്ടർ പോർഷനാണ് ഓരോ സ്മോൾ ട്രയാങ്കിൾസ് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 പോയിന്റ്സും തറോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.